ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ് ഹബ്. ഞാൻ എം ജെ. ഇപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻസ് ഓഫ് കെമിസ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളതും കെമിസ്ട്രി തന്നെയാണ്. ഇപ്പോൾ ഫിസിക്സിൻ്റെ പാർട്ട് 1 അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടു നോക്കുക. ഇനി കെമിസ്ട്രിയുടെ പാർട്ട് 1 ആണ് ചെയ്യാൻ പോകുന്നത്. ഓർഗാനിക്കിൻ്റെ മറ്റൊരു സെക്ഷൻ തന്നെ വരാനുണ്ട്. അപ്പോൾ എക്സാമിന് മുന്നേ അത് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാതെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ ഉള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒന്നും പഠിച്ചിട്ടില്ലാതെ, അതായത് കൂടുതലൊന്നും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഫോക്കസ് ചെയ്ത് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, കുറച്ചും കൂടി 90% മാർക്ക് മേടിക്കാനുള്ള കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഒന്നും പഠിക്കാൻ പറ്റാത്തവർക്ക് പഠിക്കാണ്ടിരിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ ആണ്, അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 ഷുവർ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ചാപ്റ്റർ 1 സൊല്യൂഷൻസ് ആണ്. അപ്പം ആദ്യത്തെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് ഷുവറാന്ന് വെച്ചാൽ സാധാരണ ഡെഫിനിഷൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. മൊളാലിറ്റി എന്താണ്, മോൾ ഫ്രാക്ഷൻ എന്താണ്, ppm എന്താ, പാർട്സ് പെർ മില്യൺ എന്താണെന്ന്. ആകെ 2 വലിയ ഡെഫിനിഷൻ ഉള്ളൂ. ഡെഫിനിഷൻ ചോദിച്ചില്ലെങ്കിലും ഉറപ്പായിട്ടും ഇവിടുന്ന് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഇവിടുന്ന് നിങ്ങൾ ഡെഫിനിഷനേക്കാളും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഭാഗം അതിന്റെ പ്രോബ്ലം തന്നെയാണ്. പിന്നെ അവിടെ നിന്നുള്ളത് യൂസ് ഓഫ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജിനെ മെഡിസിൻ ഇൻഡസ്ട്രിയിലും ഫാർമസിയിലും യൂസ് ചെയ്യാറുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഈ ഫാർമസിയിലും മെഡിസിൻ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ആണെന്ന്. അപ്പൊ നിങ്ങൾ പറയണം അത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. ppm പാർട്സ് പെർ മില്യൺ എപ്പോഴാണ് യൂസ് ചെയ്യാറെന്ന് ചോദിക്കാറുണ്ട്. അതും നിങ്ങൾ പറയേണ്ടത് എന്താണ്, അതായത് സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ കുറവാണ്, ട്രേസ് എമൗണ്ടിലാണെങ്കിൽ അപ്പൊ നമ്മൾ പാർട്സ് പെർ മില്യൺ യൂസ് ചെയ്യും. ഇതിന്റെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് മെഡിസിനും ഫാർമസിയിലും ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക, ട്രേസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആകുമ്പോഴാണ്. ഓക്കെ ആണ്. അപ്പൊ പറ്റുന്നവരാണെങ്കിൽ മൊളാലിറ്റി മോൾ ഫ്രാക്ഷനും ppmന്റെയും ഡെഫിനിഷൻ പഠിക്കുക. പറ്റുന്നവരാണെങ്കിൽ, നിർബന്ധം അറിയുന്നില്ല, പിന്നെ ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പ്രോബ്ലം ചെയ്യാൻ എന്തായാലും പഠിക്കണം. ഓക്കെ ആണ്, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി പഠിക്കാത്തവനും പഠിച്ചവനും 100% നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 100% എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ തവണയും എക്സാമിൽ ഉണ്ടായിരിക്കും. എന്താണ് എൻട്രീസ് ലോ, അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ എന്താണ്, എയും ബിയും ആയിട്ടുണ്ടായിരിക്കും. ഇടക്ക് അതിന്റെ ഒരു പ്രോബ്ലം കൂടി കാണാറുണ്ട്. സോ എൻട്രീസ് ലോക്ക് പ്രോബ്ലം ഉണ്ടോ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അല്ലെങ്കിൽ അവിടെ നിന്ന് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അക്വാറ്റിക് ഓർഗാനിസത്തിന്, കടലിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസത്തിന് എന്ത് ചെയ്യാണ്, കൂടുതൽ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ അല്ലെങ്കിൽ കൂൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഇഷ്ടം. അതിന് കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, അത്തരം സാഹചര്യത്തിൽ ടെമ്പറേച്ചർ കുറഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടും. ഏത് ലോ പ്രകാരം, ഈ എൻട്രീസ് ലോ പറയുന്ന പ്രകാരം ടെമ്പറേച്ചർ കുറഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടുകയാണ് എന്ന് പറയുമ്പോൾ, കൂളായിരിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ 0°C, അതായത് കുറവായിട്ടില്ലേ, ആ സമയങ്ങളിൽ നന്നായിട്ട് ഓക്സിജന്റെ സൊല്യൂബിലിറ്റി കൂടും. അത് കാരണമാണ് ആ അക്വാറ്റിക് ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നത്, ആ ഒരു കൂളായിട്ടുള്ള ടെമ്പറേച്ചറിൽ ഇരിക്കാൻ ആഗ്രഹം എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എൻട്രീസ് ലോ 100% പഠിക്കണം, അതിന്റെ അപ്ലിക്കേഷനും 100% പഠിക്കണം, പഠിക്കാതെ പോകരുത്. റൗൾട്ട്സ് ലോ പറ്റുന്നവർ പഠിക്കുക, നിർബന്ധം പറയുന്നില്ല, പഠിക്കണം, അതൊന്ന് പഠിച്ചു വെച്ച് പോകണം, നല്ലതാണ്. ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്, അവിടുത്തെ പ്രോബ്ലംസും ഒന്ന് പഠിച്ചു വെക്കുക. 2-3 പ്രോബ്ലംസ് ചെയ്യാനുള്ളൂ. ആ 2-3 പ്രോബ്ലംസ് കൃത്യമായിട്ടൊന്ന് ചെയ്യാൻ പഠിക്കുക പറ്റുന്നവരാണെങ്കിൽ. പക്ഷെ ഇതിന്റെ പ്രോബ്ലംസ് പറ്റുന്നവനും പറ്റാത്തവനും 100% പഠിച്ചിരിക്കണം. ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ റൗൾട്ട്സ് ലോ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആകെ 2-3 വരെയുള്ളൂ. ഇതൊക്കെ പറയുന്നു മൊളാലിറ്റി 2-3 വരെ, ആ കുറച്ച് പഠിക്കാതെ പറയുന്നുള്ളൂ. പ്രോബ്ലംസ് പറ്റുന്നവർ ചെയ്യാൻ പഠിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐഡിയൽ സൊല്യൂഷൻ എന്താ, ആകെ ഒരൊറ്റ കാര്യമുള്ളൂ. റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻ, അത്ര പറഞ്ഞാൽ മതി. അതിന്റെ റീസൺ എന്താണ്, റീസണും ആകെ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരു മിക്സ്ചർ ഓഫ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ടൈപ്പ് ഇന്ററാക്ഷൻസ് ഉണ്ടാവാറ്. ഒന്ന് സൊല്യൂട്ടും സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഈ 3 ടൈപ്പ് ഇന്ററാക്ഷൻ ഉണ്ടാവാറ്. ഇതിന്റെ കേസിൽ ഐഡിയൽ സൊല്യൂഷൻ ആണോ, സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ, അത് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും കൂടി ചേർത്ത് ഇന്ററാക്ഷൻ ഈക്വൽ ആവുന്നത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഇത് പഠിക്കാതെ പഠിക്കാതെ എക്സാമിന് പോകരുത്. ഓക്കെ ആണല്ലോ. ചെറിയൊരു പനി ഉണ്ട്, അതിന്റെ കാരണം ക്ഷമിക്കണം. അപ്പൊ എക്സാമ്പിൾസ് ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം, ഡൗട്ട് ഒന്നും വേണ്ട. ഐഡിയൽ സൊല്യൂഷൻ എന്താ, റീസൺ എന്താ, നമുക്ക് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ആണ്. ഇനി നിങ്ങൾ 100% എക്സാമിന് പഠിച്ചിട്ട് പോകാനുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് നോൺ ഐഡിയൽ സൊല്യൂഷൻ. പഠിക്കാത്തവന് പഠിച്ചവനൊക്കെ പഠിക്കണം എന്തായാലും.
എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എന്താ? റൗൾസ് ലോ ഒബേ ചെയ്യുന്നവര്. അപ്പൊ നോൺ ഐഡിയൽ എന്തായിരിക്കും? റൗൾസ് ലോ ഒബേ ചെയ്യാത്തവര്. ഇനി അതിന്റെ റീസൺ എന്താ? ഇവിടെ പറഞ്ഞു ആകെ 3 ഇന്ററാക്ഷൻ ഉള്ളൂ. ഒന്ന് സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ, മറ്റൊന്ന് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ, മറ്റൊന്ന് സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ. ഇതിന്റെ കേസില് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും കൂടി ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ, അത് ഇവർക്ക് രണ്ടാളുടെയും കൂടി സമ്മിന് ഈക്വൽ ആയിരിക്കും. അതായത് സൊല്യൂട്ട് സോൾവെന്റ്, ദ ഇന്ററാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇസ് ഈക്വൽ ടു ദ സോൾവെന്റ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ എന്ന് നമ്മൾ പറയാം. ഇതിന്റെ കേസിൽ അത് ഉണ്ടായിരിക്കില്ല. എന്ന് പറയുമ്പം ദ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസ് ആർ നോട്ട് സെയിം ആസ് ദാറ്റ് ഓഫ് സൊല്യൂട്ട് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ. അത്ര പറഞ്ഞു കൊടുത്താൽ മതി. ഇനി പഠിക്കേണ്ടത് 100% നിങ്ങൾ ഇത് പഠിക്കാതെ പോകരുത്. ഇതിന്റെ ഗ്രാഫും ഇതിന്റെ എക്സാമ്പിളും ഗ്രാഫ് വിത്ത് എക്സാമ്പിൾ പഠിക്കാതെ എക്സാമിന് പോകണ്ട. എല്ലാ തവണയും ഗ്രാഫ് ചോദിക്കും. ഗ്രാഫ് വിത്ത് എക്സാമ്പിൾ പഠിക്കാതെ പോകണ്ട. പോസിറ്റീവ് ഡീവിയേഷന്റെയും ഗ്രാഫ് പഠിക്കണം, നെഗറ്റീവ് ഡീവിയേഷന്റെയും ഗ്രാഫ് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ആദ്യം ഐഡിയൽ സൊല്യൂഷന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, അത് പഠിക്കണം. ഐഡിയൽ സൊല്യൂഷൻ ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് നിങ്ങൾ പഠിക്കണം. അത് എഴുതാൻ മറന്നതാണ്. ഐഡിയൽ സൊല്യൂഷന്റെയും ഗ്രാഫ് പഠിക്കണം. ഈ 3 ഗ്രാഫുകൾ എന്തായാലും പഠിക്കണം. പറ്റുന്നവരാണെങ്കിൽ എക്സാമ്പിൾ പഠിക്കുക. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി അടുത്താണ് അസിയോട്രോപ്സ്. മറ്റൊരു 95% ഷുവർ ക്വസ്റ്റ്യൻ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അസിയോട്രോപ്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. 2 ടൈപ്പ് ഉണ്ട്. എന്താണ് അത് ചോദിക്കാറുണ്ട്. അതിനുപരി എന്താണ് അസിയോട്രോപ്പ്, അതിന് 2 ടൈപ്പ് എഴുതാനാണ് ചോദിക്കാറ്. പറ്റുന്നവരാണെങ്കിൽ ആ 2 ടൈപ്പ് എന്താണെന്നും കൂടി പഠിച്ചു വെച്ചോളും. അതിന് എക്സാമ്പിളും കൂടി പഠിച്ചു വെച്ചോളും പറ്റുന്നവരാണെങ്കിൽ. ഇല്ലാത്തവരാണെങ്കിൽ അസിയോട്രോപ്പും അതിന്റെ 2 ടൈപ്പ് പഠിച്ചു വെച്ചാൽ മതി, കുഴപ്പമില്ലല്ലോ. അപ്പൊ എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണ്. അടുത്താണ് എല്ലാ തവണ എക്സാം ചോദിക്കാറുണ്ട്, എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിന്റെ ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കൂ. കൂടാതെ ഏതൊക്കെ ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പ്രോബ്ലത്തിന്റെ സെക്ഷനാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 ആണെന്ന് നിങ്ങൾക്കറിയാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇതൊക്കെ ബന്ധപ്പെട്ട എന്ത് ചോദിക്കാറുണ്ട്? പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചേക്കുക. അതിൽ തന്നെ ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാ? ഓസ്മോട്ടിക് പ്രഷർ ആണ്. എല്ലാ തവണയും എക്സാമിന് ഇവിടെ ഞാൻ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ് ഡെഫിനിഷൻ പഠിക്കുക, കൂടാതെ അതിന്റെ ടൈപ്പും പഠിക്കുക, പ്രോബ്ലം ചെയ്യാനും പഠിക്കുക എന്ന് പറഞ്ഞു. പ്രോബ്ലം ഞാൻ നിങ്ങളോട് പറയണം, എല്ലാവരും പഠിക്കണമെന്നില്ല, ബാക്കിയൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ ആണ്. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ടൈപ്പ് എന്ന് പഠിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൂടുതൽ, അതായത് നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കേണ്ട ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനെ അത് ആരും മാത്രം പഠിച്ചാൽ മതി. ഓസ്മോട്ടിക് പ്രഷറിനെ പഠിച്ചാൽ മതി. കൂടാതെ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഓസ്മോസിസ് കൂടി അറിയണം. എന്ന് പറയുമ്പോൾ ഓസ്മോസിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. എന്താണ് ഓസ്മോസിസ്, എന്താണ് ഓസ്മോട്ടിക് പ്രഷർ. കൂടാതെ എക്സാമിന് ഒരു 100%, ഒരു 98% ഷുവർ ക്വസ്റ്റ്യൻ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് റിവേഴ്സ് ഓസ്മോസിസ് വിത്ത് യൂസ്. അതെന്ത് റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്, അതിന്റെ യൂസ് എന്താണ്. ഇനി ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന പ്രോബ്ലംസ് അത് ഇതിന്റെ പഠിച്ചാൽ മതി. ഓസ്മോട്ടിക് പ്രഷറിന്റെ പ്രോബ്ലംസ് അതെന്താ വെച്ച് കഴിഞ്ഞാല് മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീന്റെയും മറ്റാൾക്കാരുടെയും മോളിക്യുലർ മാസ് കണ്ടെത്താൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷറാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് മോളിക്യുലർ മാസ് കണ്ടെത്താനാണ്. അതിൽ നിന്ന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ആരെയാണ്? ഓസ്മോട്ടിക് പ്രഷറാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഇതിൽ മറ്റെല്ലാത്തിലും യൂസ് ചെയ്യുന്ന പോലെ മൊളാരിറ്റിയോ മറ്റ് കോൺസെൻട്രേഷൻ ടേംസോ ഒന്നല്ല യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്യുവർലി മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ടാണ് ഇത് ഇത്രയും ഇമ്പോർട്ടന്റ്. ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഡെഫിനിഷൻ ആണ് അബ്നോർമൽ മോളാർ മാസ്. എന്താണ് വാൻ ഡോഫ് ഫാക്ടർ. ഇവിടെയും പ്രോബ്ലംസ് ഉണ്ട്, പറ്റുന്നവരാണെങ്കിൽ ചെയ്ത് നോക്കുക. ഞാൻ കൂടുതൽ എല്ലാം കൂടി പ്രോബ്ലംസ് ചെയ്താത്തത് അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് അബ്നോർമൽ മോളാർ മാസ്, എന്താണ് വാൻ ഡോഫ് ഫാക്ടർ, ഒക്കെ 2 ഈ വാൻ ഡോഫ് ഫാക്ടറിന്റെ ഇക്വേഷൻ എഴുതി കൊടുത്താൽ മാർക്കാണ്. ജസ്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചാൽ നിങ്ങൾ ഇക്വേഷൻ എഴുതി കൊടുത്താൽ മതി, അതിന് തന്നെയാണ് മാർക്ക്. അത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ. അബ്നോർമൽ മോളാർ മാസ് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കണ്ടെത്തുന്ന ഇക്വേഷൻ വെച്ച് കണ്ടെത്തുന്ന ചില മോളാർ മാസുകൾ അബ്നോർമൽ അഥവാ തെറ്റായിരിക്കും. ആ തെറ്റായ മോളാർ മാസുകളെയാണ് നമ്മൾ അബ്നോർമൽ എന്ന് പറയാ. നിങ്ങൾ എക്സാമിന് പോകുന്നുണ്ടോ? ഹെൻറി ലോ പഠിക്കുക, ആപ്ലിക്കേഷൻ പഠിക്കുക. ഇനി ഇടയ്ക്ക് എക്സാമിന് ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. ഇങ്ങനെ തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ടല്ലോ, ഒരു 6 or 7 കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇത്ര പഠിച്ചാൽ മതി. മൊളാരിറ്റി, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്,
വോളിയം പെർസെൻറ്റേജ്. ഈ മൂന്ന് ആൾക്കാർക്കാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. കാരണം ഈ മൂന്നാളിലും ഒരു വോളിയം എന്ന് പറയുന്ന ഒരു ടേം ഉള്ളതുകൊണ്ടാണ് ഇവർ മൂന്നാളും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. അറിയാം, മൊളാരിറ്റി, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇവരുടെ മൂന്നാളുടെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടായിരിക്കും, ഒരു വോളിയം എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരിക്കും. അത് കാരണമാണ് വോളിയം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. സോ വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. അത് നോർത്ത് വെക്കുന്നത് നല്ലതാണ്. സോ പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം, ഹെൻറി ലോ പഠിക്കണം, ആപ്ലിക്കേഷൻ പഠിക്കണം, റൗൾസ് ലോ പറ്റുന്നവർ പഠിക്കുക. പിന്നെ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് പഠിക്കണം, എക്സാമ്പിൾ പഠിക്കണം. നോൺ ഐഡിയൽ സൊല്യൂഷൻ, റീസൺ, ഗ്രാഫ്, എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ തവണയും ചോദിക്കും. അസിയോട്രോപ്സ് പറ്റുന്നവർ എന്ത് ചെയ്യുക, ഡെഫിനേഷൻ പഠിക്കുക. ആകെ ഇത്ര എഴുതി കൊടുത്താലും മതി. നിങ്ങൾ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് ആർ കോൾഡ് അസിയോട്രോപ്സ് എന്ന് എഴുതി കൊടുത്താൽ മതി. ഒറ്റ വാക്ക്. പറ്റുന്നവരാണെങ്കിൽ മുഴുവൻ ഡെഫിനേഷൻ പഠിക്കുക. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് അസിയോട്രോപ്സ് ആർ സൊല്യൂഷൻസ് വിത്ത് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് എന്ന് എഴുതി കൊടുത്താൽ ഉത്തരം ശരിയാണ്. അതിന്റെ ടൈപ്പുകൾ ഒന്ന് മിനിമം ബോയിലിംഗും ഒന്ന് മാക്സിമം ബോയിലിംഗും ആണ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ, അതായത് നമ്പർ ഓഫ് സൊല്യൂട്ടിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അവരുടെ നേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അത് പഠിക്കുക. അതിന് 4 ടൈപ്പ് എഴുതാനും പഠിക്കുക. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. അതിന്റെ കൂടെ ഓസ്മോസിന്റെയും റിവേഴ്സ് ഓസ്മോസിന്റെയും എന്ത് ചെയ്യുക, ഡെഫിനിഷൻ കൂടി പഠിക്കുക. റിവേഴ്സ് ഓസ്മോസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കടൽ വെള്ളം എന്ത് ചെയ്യാനാണ്, ശുദ്ധമായ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറയുക, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറഞ്ഞാൽ മതി സിമ്പിൾ ആയിട്ട്. ഇനി പ്രോബ്ലംസ് ചെയ്യാൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെയാണ്. ലാസ്റ്റ് ആയിട്ട് അബ്നോർമൽ മോളാർ മാസ് എന്താ, വാൻ ഡോ ഫാക്ടറിന്റെ ഇക്വേഷൻ പറ്റുന്നവർ ആ പ്രോബ്ലംസ് ഒന്ന് പഠിക്കാം. ഇനി അടുത്താണ് ചാപ്റ്റർ 2 കടക്കാൻ. ഇതിൽ കുറെ കാര്യങ്ങൾ എഴുതിയുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. പറ്റുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണ്, അതിന്റെ സെൽ റെപ്രസെന്റേഷൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പറ്റുന്നവർ ഉറപ്പായിട്ട് നിങ്ങൾ സെൽ റെപ്രസെന്റേഷൻ പഠിക്കണം. ഡൗട്ട് ഒന്നും വേണ്ട. പറ്റുന്നവരാണെങ്കിൽ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷനും കൂടി ഒന്ന് പഠിച്ചേക്കാം. ആകെ 2 ഫംഗ്ഷനേ ഉള്ളൂ. ഒന്നാം സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാനും മറ്റൊന്ന് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഇത് 2 എഴുതി കൊടുത്താൽ മതി. ടു കംപ്ലീറ്റ് സർക്യൂട്ടും ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, അത്രയേ ഉള്ളൂ. സോ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണ്, അതിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു സെല്ലാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. എങ്ങനെയാണ് അതിന്റെ സെൽ റെപ്രസെന്റേഷൻ വരിക, എന്താണ് ഫംഗ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്, പറ്റുന്നവർ പഠിക്കാം. ഇനി എന്താണ് ഷീയുടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഷീയുടെ പൊട്ടൻഷ്യൽ എത്രയാണ്. ഷീയുടെ പൊട്ടൻഷ്യൽ അത് 0 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അയാളുടെ വോൾട്ടേജ് അത്ര ആലോചിച്ചാൽ മതി. ഷീയുടെ പൊട്ടൻഷ്യൽ, ഷീ ആരാണ്, നിങ്ങൾക്ക് അറിയില്ല എന്താണ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ് എന്ന അയാളുടെ പേര്. അയാളുടെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. പറ്റുന്നവരാണെങ്കിൽ ഷീ എന്താണെന്നും ഷീ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും ഷീയുടെ പ്രോപ്പർട്ടീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു വെക്കുക. ഷീനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ടാ, ഷീന്റെ ചിത്രം ഉണ്ട്, അത് തന്നോട് ചോദിക്കാറുണ്ട്. ഈ ഐഡന്റിഫൈ ഇതെന്താണ്, എബോ അപ്പാരറ്റസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഷീയുടെ ചിത്രം ഒരു ചെറിയൊരു ബീക്കർ ഉണ്ടായിരിക്കും. അതിൽ ചെറിയ ഇതുപോലത്തെ ഒരു എന്തുണ്ടാവും, ഒരു പ്ലാറ്റിനം ഫോയിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. ഇതിലൊരു 1 മോളാർ H+ നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ അറ്റത്ത് ഒരു വയറുണ്ടായിരിക്കും. ഇത്രയൊക്കെയാണ് ഒരു പ്ലാറ്റിനം ഫോയിലാണിത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ, ഇതിലൂടെ ഹൈഡ്രജൻ അകത്തേക്ക് കയറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഹൈഡ്രജൻ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെയായിരിക്കും ഷീന്റെ പിക്ചർ. ഇത് തന്നിട്ട് ആലോചിച്ച് നിങ്ങൾ എഴുതണം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്, എഴുതി കൊടുത്താൽ മതി. പൊട്ടൻഷ്യൽ 0 ആണ്. ഷീ നമുക്ക് ആനോഡായിട്ട് കാഥോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഷീ ക്യാൻ ബി യൂസ്ഡ് ആസ് ആനോഡ് ആസ് വെൽ ആസ് കാഥോഡ്. ഷീയുടെ പൊട്ടൻഷ്യൽ ഇസ് ഫിക്സ്ഡ് ആസ് 0. ഓക്കെയാണ്. ഫംഗ്ഷൻ എന്താണ്, ടു ഫൈൻഡ് ഔട്ട് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് ഇപ്പൊ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങളോട് ഇപ്പോൾ ഒരു ഹൈഡ്രജൻ അല്ലാതെ ഇപ്പോൾ ഒരു സിങ്ക് ഇലക്ട്രോഡ് നിങ്ങൾ മുക്കി വെച്ചാൽ അതിന്റെ പൊട്ടൻഷ്യൽ കണക്കാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഷീനായിട്ട് കണക്ട് ചെയ്ത് നോക്കാൻ മതി. ഷീലുള്ള റീഡിംഗ് ആയിരിക്കും അതിന്റെ പൊട്ടൻഷ്യൽ. സോ എങ്ങനെ യൂസ് ചെയ്യാം, ടു ഫൈൻഡ് ഔട്ട് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ടു ഫൈൻഡ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, E0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെയാണ്. ഇനി ഇത് പറ്റുന്നവരൊന്ന് പഠിക്കുക. ഇതൊക്കെ പറ്റുന്നവരാണ്. അതിൽ ഇതിന്റെ പ്രോപ്പർട്ടി ഈ ഒരു കാര്യം എല്ലാവരും പഠിക്കണം. E=0 ആണെന്നുള്ള കാര്യം ഫിഗറും പഠിക്കണം. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് 2 പോയിന്റ് പഠിച്ചാൽ മതി. 1 ടു കാൽക്കുലേറ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, കുഴപ്പമില്ലല്ലോ. രണ്ടാമത്തെ ടു കമ്പയർ റിയാക്ടിവിറ്റി. കാരണം ഇലക്ട്രോ കെമിക്കൽ സീരീസ് തന്നെയാണ് റിയാക്ടിവിറ്റി സീരീസ്. 2 പോയിന്റ്, 1 കമ്പയർ റിയാക്ടിവിറ്റി, രണ്ടാമത്തെ ടു ഫൈൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ടു ഫൈൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, ടു ഫൈൻഡ് EMF എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസിനാണ് നമ്മൾ EMF എന്ന് പറയുക. സോ EMF കാൽക്കുലേറ്റ് ചെയ്യാനും പിന്നെ എന്തും കൂടി പറഞ്ഞത് റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാനും ഈ 2 കാര്യങ്ങൾ പറ്റുന്നവരാണെങ്കിൽ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ഒന്നും മാർക്ക് ചെയ്യുന്നില്ല.
ഇത് 100% എല്ലാവരും പഠിക്കേണ്ട ഒരു ഡെറിവേഷനാണ്. കെമിസ്ട്രിയിലെ ആദ്യത്തെ ഡെറിവേഷൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാവരും പഠിക്കണം. ലേൺസ്റ്റ് ഇക്വേഷൻ 2 ഡെറിവേഷൻ ഉണ്ട്, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. കൂടാതെ ഈ ചാപ്റ്ററിന് എപ്പോഴും പ്രോബ്ലം ചോദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. ഓക്കെ ആണ്, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി പറ്റുന്നവരാണെങ്കിൽ ഇവിടെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഒരു കണ്ടക്ടർ എടുക്കുക, അതായത് വയർ എടുക്കുകയാണെങ്കിൽ അതിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള കഴിവാണ് കണ്ടക്ഷൻ. സോ ആ കണ്ടക്ഷനെ, അതായത് ഇവിടെ ഇലക്ട്രോലൈറ്റിലൂടെ മൂവ് ചെയ്യാനാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോലൈറ്റിലൂടെ എന്ത് ചെയ്യാൻ, ചാർജസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ഷൻ അല്ലെങ്കിൽ ആ മൂവ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. രണ്ട് പോയിന്റ് പറഞ്ഞാൽ മതി. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്, രണ്ടാമത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വല്ല സോൾവേഷൻ ഓഫ് അയോൺസോ, ടെമ്പറേച്ചർ പറയാം. രണ്ട് പോയിന്റ്, ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും രണ്ടാമത് ടെമ്പറേച്ചറും പറഞ്ഞാൽ മതി. ഈ 2 പോയിന്റ് പഠിക്കുന്നത് നല്ലൊരു 90% സാധ്യത പറയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, 2 പോയിന്റ് പഠിക്കാൻ പറയുന്നുള്ളൂ. ഇനി മോളാർ കണ്ടക്റ്റൻസ് എന്താണ്, ലാംഡ എമ്മിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. പറ്റുന്നവർ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അതിന്റെ പ്രോബ്ലംസും എല്ലാവരും പഠിച്ചിരിക്കണം. പറ്റുന്നവരാണെങ്കിൽ ഡെഫിനിഷൻ ഒന്ന് പഠിക്കുക, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി ഇത് 100% ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇത് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, വീക്ക് ഇലക്ട്രോലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. വിത്ത് ഗ്രാഫ് നിങ്ങൾ വലിയ ഒരു എസ്സേ പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ എടുക്കുന്നത്. പഠിക്കാതെ പോകരുത്. ഓക്കെ ആണ്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ ഒരു ലോ ഉണ്ടെങ്കിൽ ഇത് 90, അതായത് ഇവിടെ നമ്മൾ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ഒരു 98% സാധ്യത പറയുന്ന മറ്റൊരു കാര്യമാണ് ഒരു കോൾറാഷസ് ലോയും. അതിനാകെ 2 അപ്ലിക്കേഷൻ ഉള്ളൂ. ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മോളാർ കണ്ടക്ടിവിറ്റി ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, വീക്കിനെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യില്ലേ. അതിൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആൽഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ ഒന്ന് പഠിക്കുക. ഇവിടെ ഇതിൻ്റെ ഈ പ്രോബ്ലംസ് ഇതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാറുള്ളത് അപ്ലിക്കേഷൻ 2 അതിൽ തന്നെ അവർ ചോദിക്കും ഈ ലാംഡ CH3COOHന്റെ ഈ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങളെ ഡിറൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിന്റെ ഡെറിവേഷൻ നമ്മൾ NCERT ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഇതന്നെ ചോദിക്കോട്ടോ. ലാംഡ MCH3COH അറ്റ് എന്താണ് ഇൻഫിനിറ്റി ഡയലൂഷൻ എന്നൊക്കെ പറയുന്നുണ്ടാവും. സോ ഇത് കണ്ടെത്താൻ ഒരു ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. ഇനി ഫാരഡേസ് ലോ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ലോ എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ആയിട്ട് പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl പറ്റുന്നവർ പഠിക്കാം. ഓക്കെ ആണ്, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അതിന്റെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അതിന് കൃത്യമായിട്ട് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അത് ഒന്നിൽ ക്ലോറിനും മറ്റൊന്നിൽ ഹൈഡ്രജനും ആണ് വരിക എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഇതൊന്ന് പഠിച്ചു. ഇത് 95% സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ് ഓർ ബാറ്ററീസ് എളുപ്പമാണ് പഠിക്കാൻ. 4 പോയിന്റ് ഉള്ളൂ, അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം പ്രൈമറിയിൽ 2 ബാറ്ററി പഠിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഡ്രൈ സെല്ല്, 2 മെർക്കുറി സെല്ല്. സെക്കൻഡറി പഠിക്കാറുള്ളത് ഒന്ന് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ലുമാണ്. പ്രൈമറിയിൽ ഇതിലൊക്കെ ഇക്വേഷനും ഡെറിവേഷനും ഉണ്ട്. പ്രൈമറിയിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് ഡ്രൈ സെല്ലിന്റെ EMF എത്രയാണ്, 1.5 വോൾട്ടും മെർക്കുറി സെല്ലിന്റെ EMF എത്രയാണ്, 1.35 വോൾട്ടും. അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. ഇനി ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആനോഡിലെയും കാഥോഡിലെയും നെറ്റ് റിയാക്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് മാർക്ക്. ഇത് പഠിക്കുന്നത് നല്ലതാണ്. ഒരു 92% ഒരു പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അടുത്താണ് ഫ്യൂവൽ സെൽസും വർക്കിങ്ങും. 100% ഈ ചാപ്റ്ററിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ, അതിതാ. ഞാനിപ്പോ ആകെ 100% കണ്ടുള്ളൂ. ഒന്ന് ലേൺസ്റ്റ് ഇക്വേഷൻ ആണ്, പിന്നെ ഒന്ന് വേരിയേഷൻ ആണ്. മൂന്നാമത് ഞാൻ പറയുന്നു ഫ്യൂവൽ സെല്ലും വർക്കിങ്ങും വിത്ത് ഡയഗ്രാം ചോദിക്കും. വിത്ത് ഡയഗ്രാം എന്ത് ചെയ്യും, അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഇക്വേഷൻസ് മറന്നു പോരുന്ന എന്ത് ട്രിക്കൊക്കെ വെച്ച് പഠിക്കുക. ഹൈഡ്രജൻ ഈ ആനോഡിൽ ഹൈഡ്രജൻ ആണ്, പിന്നെ കാഥോഡിൽ ഓക്സിജൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വിത്ത് ഡയഗ്രാം വരക്കണേ. ഓക്കെ ആണല്ലോ. ഇനി ഇതൊരു 98% സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇക്വേഷൻസ് എഴുതാനാണ്. കൊറോഷന്റെ ഡെഫിനിഷൻ ഒന്നും ചോദിക്കൂല, ഇത് നിങ്ങൾ അങ്ങ് ഒഴിവാക്കിയേക്ക്. എന്താണ് റസ്റ്റിംഗ് ഓഫ് അയൺ, അതിന്റെ വർക്കിംഗ് ചോദിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇക്വേഷൻസ് എഴുതാൻ ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ.
ഇതിന്റെ റെസ്റ്റിംഗ് ഓഫ് അയണിന്റെ പിന്നിലെ കെമിസ്ട്രി എഴുതാൻ ചോദിക്കും. ആൻഡ് അത് പ്രിവെന്റ് ചെയ്യാനുള്ള 2 മെത്തേഡ് പഠിച്ചു വെക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഒന്ന് ബാരിയർ പ്രൊട്ടക്ഷൻ എന്നും മറ്റൊന്ന് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്നും എഴുതി കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ബാരിയർ പ്രൊട്ടക്ഷൻ എന്നോ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്നോ പിന്നെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നോ ഈ 3 പേരുകൾ എഴുതി കൊടുത്താൽ മതി. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, എന്നാണ് നിങ്ങൾക്ക് മാർക്ക് തരും. ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ ആണല്ലോ. 3 പ്രിവെൻഷനും പഠിച്ചു വെക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്ര പഠിക്കാനുള്ള വേഗം 3ാമത്തെ ചാപ്റ്ററും കൂടി നോക്കിയാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. പറ്റുന്നവർക്കും ഒരു 90% കൂടുതൽ മാർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ളവർക്കും വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രോബ്ലംസിന്റെ സെക്ഷൻ നിങ്ങൾ പഠിക്കേണ്ട. ഫൈനൽ എക്സാമിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഒരു വീഡിയോ ചെയ്യും. അതേ പ്രോബ്ലംസിനെ പഠിച്ചു പോയാൽ മതി. അപ്പം 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് 3ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ പ്രത്യേകത, ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഈവൻ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്, ആ ബ്രാഞ്ച് എന്നാണ് ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ചാപ്റ്ററാണത്. അപ്പോൾ അതിലും ഇമ്പോർട്ടൻ്റ് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടാകും. മീൻസ് ആ ചാപ്റ്റർ മൊത്തം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. എന്നാൽ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒഴിവാക്കേണ്ട ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്, ഈ ചാപ്റ്ററിന് അധികം പ്രോബ്ലംസ് ആണ് ചോദിക്കാറ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണ്ടി. റേറ്റ് ഓഫ് റിയാക്ഷൻ, അതായത് എന്താ ഡെഫിനിഷൻ അല്ലേ ചോദിക്കുക. ഒരു റിയാക്ഷൻ ഒന്നുകൊണ്ട് അതിൻ്റെ റേറ്റ് എഴുതി നോക്കാൻ പറയും. അപ്പം നിങ്ങൾ ഇതിനെ കറസ്പോണ്ടിങ് റേറ്റ് എഴുതി കൊടുക്കുക. ഇത് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. ഓക്കെ ആണല്ലോ. കാരണം ഈ ഇക്വേഷൻ എഴുതിയാൽ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇതിലാകെ 2 പോയിന്റ് പഠിച്ചാൽ മതി. വല്ല ടെമ്പറേച്ചറോ പ്രഷറോ വേറെ കാറ്റലിസ്റ്റ് ഒക്കെ പറയാം. കോൺസെൻട്രേഷനോ ഏതെങ്കിലും 2 പോയിന്റ് പറയാം. മീൻസ് നിങ്ങൾ ഇഷ്ടമുള്ള 2 പോയിന്റ്, കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ പറയേ, പ്രഷർ ടെമ്പറേച്ചർ പറയേ, കാറ്റലിസ്റ്റ് ടെമ്പറേച്ചർ ഏതാണെങ്കിലും 2 പറഞ്ഞോളൂ. 2 പോയിന്റ് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ ആണല്ലോ. റേറ്റ് ഇക്വേഷൻ, ഇതേ കാര്യം പറയാം. റേറ്റ് ഇക്വേഷൻ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് ഫസ്റ്റ് ഓർഡർ ആണ്, സെക്കൻഡ് ഒരു പറയും ഇത് ഫസ്റ്റ് ഓർഡർ ഒരു റിയാക്ഷൻ ആണ് എങ്കിൽ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എന്താ എന്നുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. നമുക്കറിയാവുന്ന റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എ ആണെങ്കിൽ A⁻x ആണ് എന്ന് പറയുമ്പോൾ അവർ ഓർഡർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതാണ് കാരണം ഈ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഇക്വേഷനിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ പവറുകൾ ഉണ്ടായിരിക്കും, അതിന്റെ സമ്മാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞോണ്ട് ഇങ്ങനെയാണ് ഇതിൽ എഴുതുക. ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ഇതുപോലത്തെ എഴുതാനുള്ള ചോദിക്കും, പഠിക്കുക. ഇല്ലെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. റേറ്റ് ഇക്വേഷൻ എഴുതാൻ പഠിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ പ്രോബ്ലം ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി 100% ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. പഠിക്കാതെ പോയത് മറ്റൊരു 100% ക്വസ്റ്റ്യൻ ആണ് ഇതായിരുന്നു. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് 0 ഓർഡർ റിയാക്ഷനോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനോ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് 0 ഓർഡർ റിയാക്ഷൻ ആണ്. 0 ഓർഡർ ചോദിക്കുമ്പം വിത്ത് എന്താ പ്രത്യേകത വെച്ചാൽ അതിന്റെ ഗ്രാഫും കൂടെ വരയ്ക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ അവർ പറയും, അവരിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. 0 ഓർഡറിന്റെ ഗ്രാഫ് ഓഫ് എന്താണ് കോൺസെൻട്രേഷന്റെയും ടൈമിന്റെ അങ്ങനെ എന്തോ ഗ്രാഫ് നിങ്ങളോട് വരക്കാൻ പറയും. അപ്പൊ നിങ്ങൾ വരച്ചു കൊടുക്കുന്ന ഗ്രാഫ് നിങ്ങൾക്ക് അറിയണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇതുപോലത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും വരിക. എല്ലാ തവണ എക്സാമിന് ചോദിക്കുന്ന ഗ്രാഫാണ്. നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഈ ഗ്രാഫ് നിങ്ങൾ പഠിക്കണം. എല്ലാ തവണ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഒരു റേറ്റ് കോൺസ്റ്റന്റ് കാണാനുള്ള മെയിൻ ഉദ്ദേശം. സോ റേറ്റ് കോൺസ്റ്റന്റ് കാണാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഇത് വെച്ച് ചോദിക്കാറുണ്ട്. ഈ റേറ്റ് ഇക്വേഷൻ ചോദിക്കുന്ന പ്രോബ്ലംസിന്റെ പ്രത്യേകത ഉണ്ട്. ഇപ്പം അതായത് ഇങ്ങനെ കോൺസെൻട്രേഷൻ 3 ഇരട്ടി ആയാൽ അതായത് റേറ്റിൽ എന്ത് മാറ്റം സംഭവിക്കും, ഒരു 10 ഇരട്ടി റേറ്റിൽ എന്ത് മാറ്റം സംഭവിക്കും. അപ്പൊ തന്നെ മനസ്സിലാക്കി നിങ്ങൾ 3 ഇരട്ടിയായാൽ അതിന്റെ ഡബിൾ എന്തായിട്ട് മാറും. അതായത് 3 ഇരട്ടിയായാൽ അത് 9 ആയിട്ട് മാറും. അതിന് 10 ആകുമ്പോൾ അങ്ങനെ ഒരു സിമെട്രിക് ആയിട്ടാണ് മാറുക. മനസ്സിലായല്ലോ. 3 ഇരട്ടിയാകുമ്പോൾ 3 സ്ക്വയർ ഒരു സ്ക്വയർ ആയിട്ടാണ് മാറുക. ഓക്കെ ആണല്ലോ. അപ്പൊ 3 ഇരട്ടി കൂടി കഴിഞ്ഞാൽ എത്ര റേറ്റ് ചേഞ്ച് ചെയ്ത് 9 ടൈംസ് റേറ്റ് ചേഞ്ച് ചെയ്യും. 4 ഇരട്ടിയാണെങ്കിലും 16 ടൈംസ് റേറ്റ് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് വരിക. നിങ്ങൾ എഴുതി പഠിക്കണം. അതായത് ചെയ്യാൻ പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ പ്രോബ്ലംസും ചെയ്യാൻ പഠിക്കണം. ഈ ചാപ്റ്ററിൽ മെയിൻ പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലം ചാപ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഇനി ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷന്റെ ഡെറിവേഷൻ 2 സ്റ്റെപ്പ് ഉള്ളൂ. അത് നിങ്ങൾ പഠിക്കണമെങ്കിൽ ആദ്യം ഈ റേറ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. ഇന്റഗ്രേറ്റഡ് അത് വെച്ച് എപ്പോഴും ചോദിക്കുന്നത് ആദ്യം എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് ഡെഫിനിഷൻ ചോദിക്കും. ഇതും ഒരു 100% ഇവിടുന്ന് പറയാൻ വേണ്ട ക്വസ്റ്റ്യൻ. എല്ലാം 100% ഉണ്ട്. ഈ ചാപ്റ്ററിൽ ഇതൊക്കെ തന്നെ ചോദിക്കാനുള്ളൂ. ആകെ 2-3 ടോപ്പിക്കേ ഉള്ളൂ. അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, പറ്റുന്ന ഒരു ഡെറിവേഷൻ പഠിക്കുക. 2 സ്റ്റെപ്പ് ഉള്ളൂ. പക്ഷെ പ്രോബ്ലം ചെയ്യാൻ എല്ലാവരും പഠിക്കണം.
ഈ ചാപ്റ്ററിന് പ്രോബ്ലം ചെയ്യാൻ എല്ലാവരും പഠിക്കണം. അടുത്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. പറ്റുന്നവർ പഠിച്ചാൽ മതി എക്സാമിലും. ഓക്കെ ആണല്ലോ. ആകെ ഇത്രയേ ഉള്ളൂ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ചില റിയാക്ഷൻസ് നമ്മൾ വിചാരിക്കും അത് ഹയർ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയാം, ഇൻ കേസ് ഓഫ് സം റിയാക്ഷൻസ് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി ടു ഫോളോസ് ഹയർ ഓർഡർ കൈനറ്റിക്സ്, ബട്ട് ഇറ്റ് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. അത് ശരിക്കും അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. അപ്പോൾ അത്തരം റിയാക്ഷൻസ് സ്യൂഡോ എന്ന് എഴുതി കൊടുത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. പറ്റുന്നവർ അതേമാതിരി തന്നെ പഠിച്ചൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എപ്പോഴും എക്സാം ചോദിക്കുന്ന ഒന്നാണ് ഈ അറീനിയസ് ഇക്വേഷൻ 100% ചോദിക്കും. 100% ഇടുന്നുണ്ട്. നിങ്ങൾ 100% ഇത് മൊത്തം ചോദിക്കുന്നല്ല അർത്ഥം, ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് അർത്ഥം. ഓക്കെ ആണല്ലോ. അറീനിയസ് ഇക്വേഷൻ ചോദിക്കും. അതിന്റെ ആ ഒരു ടേംസ് എഴുതാൻ ചോദിക്കും. അതായത് അറീനിയസ് ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ ടേംസ് എന്ത് ചെയ്യണം, ഓരോന്ന് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെയാണെന്ന്. ഇതിന്റെ പ്രോബ്ലംസ് മെയിൻലി നമ്മൾ പറയാറ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കുമല്ലോ, log k2/k1 = EA/2.303 r 1/t1 - 1/t2 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. അറീനിയസ് ഇക്വേഷൻ k = a × exponential raised to -EA/RT ആണ്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, EA കണ്ടിട്ട് എന്റെ ഇക്വേഷൻ കാണാനോ അല്ലെങ്കിൽ k കണ്ടെത്താനൊക്കെ പറയും. സോ ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾ പഠിക്കാൻ നിർബന്ധമില്ല, പക്ഷെ ഇത് പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾ പഠിക്കണം. എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് എന്താ എഫക്റ്റ് ഉണ്ടായിരിക്കുക, റേറ്റ് ഓഫ് റിയാക്ഷനിൽ അതിന്റെ ഗ്രാഫ് വരക്കാൻ പഠിക്കണം. ഓക്കെ ആണല്ലോ. പറ്റുന്നവരെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് കൂടി പഠിച്ചോ. അതിന്റെ ഗ്രാഫിന് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ആൾ കിട്ടും. ഇവിടെ നിങ്ങൾ ഒറ്റ പോയിന്റ് എഴുതി കൊടുത്താൽ മതി. ടെമ്പറേച്ചർ 10 ഡിഗ്രി വെച്ച് കൂടിയ റേറ്റ് ഡബിൾ ആവും. k = 2k. റേറ്റ് ഡബിൾ ആവും. അത് പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് എഫക്റ്റീവ് പൊസിഷൻ പറ്റുന്നവർ പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ പറ്റുന്നവർക്ക് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഈ ഒരു കാര്യം കൂടി പഠിച്ചെടുക്കുക. പറ്റുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിക്കുക, പറ്റുന്നവർ മാത്രം. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം DNF. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതിലാകെ ചോദിക്കുന്നത് പൊട്ടാസ്യം ക്രോമേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ചോദിക്കും, അതിൻ്റെയൊക്കെ സ്ട്രക്ചർ ചോദിക്കും, അവരുടെ റിയാക്ഷൻ ചോദിക്കും. പിന്നെ ചോദിക്കുക DD ട്രാൻസിഷൻ, FF ട്രാൻസിഷൻ, പിന്നെ എന്താണ് ഇപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് സാധാരണ ചോദിച്ചു കാണാറ്. ആ ചാപ്റ്റർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 4ാമത്തെ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം, പ്രശ്നമൊന്നുമില്ല. 4ാമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ പഠിക്കേണ്ടത് ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, എന്താണ് DD ട്രാൻസിഷൻ, എന്താണ് FF ട്രാൻസിഷൻ എന്നൊക്കെയാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ, ആ 6 കാര്യങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്, നിർബന്ധമില്ല, പക്ഷേ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിന് ഒന്ന് എഴുതിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്നാലും പറയുന്നില്ല. 5ാമത്തെ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. ഇതിൽ നിങ്ങൾ ലിഗാൻഡ് എന്നാന്ന് പറ്റുന്നവർ പഠിച്ചോ. ഇനി എപ്പോഴും എക്സാമിന് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യും. അതായത് ഒരു ലിഗാൻഡ്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, H2O എന്ന് പറഞ്ഞ ഒരു ലിഗാൻഡ് ആണ്. ആ ലിഗാൻഡിന്റെ ഡെൻസിറ്റി എത്ര ചോദിച്ചാൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആ ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ കൊടുക്കും, അതാണ് അതിന്റെ ഡെൻസിറ്റി. അതിന് H2O 1 ഇലക്ട്രോണേ കൊടുക്കുള്ളൂ. ആകെ 2 ഇലക്ട്രോൺ കൊടുക്കുന്നത് 2 ആൾക്കാരാണ്. ഒന്ന് C2O4 2- പിന്നെ ഒന്നുള്ളത് ഒരു EN, ഈഥേൻ 1,2 ഡയമൈൻ. ഇതൊന്ന് ഓർത്ത് വെക്കാം. എന്താ പറഞ്ഞത്, ഡെൻസിറ്റി 2 ആയ 2 ആൾക്കാർ ആരൊക്കെയാണ്, ഒന്ന് EN അഥവാ ഈഥേൻ 1,2 ഡയമൈൻ, രണ്ടാമത് C2O4 2-, അയാൾ വേറെ ഓക്സലേറ്റ് ആണ്. ഇനി ഡെൻസിറ്റി അതായത് ഡെൻസിറ്റി 6 ആയ ഒരാളുണ്ട്, അയാളുടെ പേരാണ് EDDA. അയാൾ എക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്നറിയപ്പെടുക. അയാളുടെ ഡെൻസിറ്റി എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അത് 6 ആണ്. ഡെൻസിറ്റി 6 ആയിട്ടുള്ള, അതായത് അയാൾ 6 പെയർ ഓഫ് ഇലക്ട്രോണിനെ കൊടുക്കും. അയാളുടെ സ്ട്രക്ചർ വരക്കാൻ നിങ്ങൾ പഠിക്കണം. ഇയാളുടെ ഫുൾ നെയിം എന്തായിരിക്കും വരിക, ഈ എഥിലീൻ ഡയമൈൻ ടെട്രാസെറ്റേറ്റ് എന്ന ഇയാളുടെ പേര്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ച് സ്ട്രക്ചർ വരക്കാൻ പഠിക്കാൻ പറ്റുമോ? ഓക്കെ അല്ലേ. ഇനി പറ്റുന്നവരാണെങ്കിൽ ആംബിഡന്റ് ലിഗാൻഡും സിലേറ്റി ലിഗാൻഡ്സും പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒഴിവാക്കിയ ഡൗട്ട് ഒന്നും വേണ്ട. 100% മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വെർണേഴ്സ് പോസ്റ്റുലേറ്റ്സ് 3 എഴുതാൻ പഠിക്കുക. അപ്പോൾ 1 എഴുതാൻ പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. വെർണറിന്റെ ലിമിറ്റേഷൻ ചോദിക്കാറുണ്ട്. ഈയിടായിട്ട് ഈ ചാപ്റ്ററിന് ഫുള്ള് ലിമിറ്റേഷൻ ചോദിക്കലാ പണി. അപ്പോൾ ലിമിറ്റേഷൻസ് കൂടി പഠിച്ചു വെക്കാം. 2 ലിമിറ്റേഷൻ പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇതിൻ്റെ അടുത്താണ് 100% മറ്റൊരു ക്വസ്റ്റ്യൻ. എല്ലാ തവണ എക്സാമിൽ ഒരു പേരിടാം, ഒരു കോമ്പൗണ്ടിന്റെ പേരെന്താ ചോദിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ പേരെഴുതാൻ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പേരെഴുതാൻ പഠിക്കണം. 100% ഞാൻ പഠിക്കാതെ പോകരുത്. ഇനി നിങ്ങൾ മറ്റൊരു 100% ക്വസ്റ്റ്യൻ ആണ് ഈ കേൾക്കുന്നത്.
ഇത് ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. സ്ട്രക്ചറൽ ഐസോമറിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. 4 ഉള്ളത് എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടാക്കി എടുക്കുക. ലിങ്കേജ്, കോർഡിനേഷൻ, പിന്നെന്താണ് കോർഡിനേഷൻ, ഹൈഡ്രേറ്റ്, പിന്നെ ഉള്ളത് ഒരു അയോണൈസേഷൻ. ഈ 4 കാര്യങ്ങളാണ്. വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഇല്ല അത് പഠിക്കാതെ പോകരുത്. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് അതേമാതിരി നിങ്ങളുടെ എക്സ്പ്ലെയിൻ ദ ഐസോമേഴ്സ്, സ്ട്രക്ചറൽ ഐസോമേഴ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 4 എഴുതിയ ഡെഫിനിഷൻ എഴുതുക, എക്സാമ്പിൾ എഴുതുക. അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഡ്രോ ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സം. ഇത് ഇടയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കോമ്പൗണ്ട് തരും, ഏതെങ്കിലും കോമ്പൗണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കോർഡിനേഷൻ കോമ്പൗണ്ട് വന്നിട്ട് ഇതിൽ കാണിക്കുന്ന ഐസോമേഴ്സും ഏതൊക്കെയാണ്, അങ്ങനെ ഇങ്ങനെ വരക്കാനും പറയും. അതിൽ ഏറ്റവും കൂടുതൽ വരക്കാൻ ചോദിച്ചുള്ള ജോമെട്രിക്കൽ ഐസോമേഴ്സ്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് വരക്കാൻ വേണ്ടിയിട്ടാണ്. സിസ്ട്രാൻസും പിന്നെ എന്താണ് ഫാക്യുമിറും ഉണ്ട് ഇവിടെ. ഫേഷ്യൽ ആൻഡ് ഒരു മെറിഡിയോണൽ ഐസോമർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഒപ്റ്റിക്കൽ ആകുമ്പോൾ ആകെ 2 ഉള്ളൂ, ഡെക്സ്ട്രോ ലീവോ. അതൊക്കെ വരക്കാൻ പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പറ്റുന്നവർ പഠിച്ചാൽ മതി. ഒരു കോമ്പൗണ്ട് തന്നാല് അത് ഏതൊക്കെ ഐസോമേഴ്സ് കാണിക്കും എന്ന് പറയാൻ പഠിക്കണം. അതിൽ ഐസോമേഴ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ജോമെട്രിക്കൽ കാണിക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കും, അത് ഇന്ന കോമ്പൗണ്ട്സേ കാണിക്കുള്ളൂ. ഒപ്റ്റിക്കൽ കാണിക്കണമെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഡൈഡൻറ്റേറ്റ് ലിഗാൻഡ് ഉണ്ടായിരിക്കണം. പിന്നെ അതിന്റെ ഡെൻസിറ്റി എക്സ് ആയിരിക്കും, അതായത് ഒരു എക്സാഡൻറ്റേറ്റ് ആയിട്ട്, അതായത് അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം എന്നും കൂടെ ഒക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പിന്നെ എന്താ ഒപ്റ്റിക്കലായി ജോമെട്രിക്കൽ, അതേമാതിരി തന്നെ ജോമെട്രിക്കൽ കണ്ടീഷൻ ഉണ്ട്. അതായത് അതൊരു എന്തായിരിക്കണം, ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് ആയിരിക്കണം. അതിന് വ്യത്യസ്ത തരം ലിഗാൻഡ്സ് ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഉള്ള ഒരു സംഭവമാണ് ജോമെട്രിക്കല്. അപ്പൊ അതൊക്കെ വരക്കാൻ പഠിക്കുക. ജോമെട്രിക്കൽ കാണിക്കുന്നത് ഒരു കോർഡിനേഷൻ നമ്പർ 4 ആൾക്കാർക്കായിരിക്കും, കോർഡിനേഷൻ നമ്പർ 6 ആൾക്കാർക്കും. സോ ഒപ്റ്റിക്കൽ കാണിക്കണമെങ്കിൽ അത് കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം വേണം. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇടയ്ക്ക് കോർഡിനേഷൻ നമ്പർ എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് പഠിച്ചുകൊണ്ട്. കോർഡിനേഷൻ നമ്പർ എഴുതാൻ, ഒരു കോംപ്ലക്സ് ഒന്ന് കോർഡിനേഷൻ നമ്പർ എഴുതാനും ചോദിക്കാറുണ്ടോ, ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഞാൻ ഇത് നിർബന്ധം പറയുന്നത് എന്ത് മാത്രമേ പറഞ്ഞോളൂ, വരക്കാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോമ്പൗണ്ട് തന്നാൽ അത് ഏത് ടൈപ്പ് എന്താണ് കാണിക്കാൻ, അതായത് ഏത് ടൈപ്പ് ഐസോമേഴ്സും കാണിക്കുന്നു പറയാൻ പഠിക്കണം. അടുത്താണ്, ഇത് നിങ്ങൾ പഠിക്കുന്ന നിർബന്ധമില്ല. VBT നിങ്ങൾ സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. കമ്പാരിസൺ ചോദിക്കുള്ളൂ. നിങ്ങൾ നിർബന്ധം പറ്റുന്നവരാണെങ്കിൽ VBT യൂസ് ചെയ്ത് ആരാ കൂടുതൽ പാരാമാഗ്നറ്റിക്, ആരാ കൂടുതൽ ഡയാമാഗ്നറ്റിക് എന്നൊക്കെ പറയാൻ പഠിക്കുന്നില്ല. ഇയാൾ ഒരു കോംപ്ലക്സ് തന്നാലും ഇയാൾ ഡയാമാഗ്നറ്റിക് ആണോ, ഇയാൾ ഒരു ഔട്ടർ സ്പിൻ കോംപ്ലക്സ് ആണോ, അല്ലെങ്കിൽ ഒരു ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ, അത് ലോ സ്പിൻ കോംപ്ലക്സ് ആണോ, അതൊക്കെ പറയാൻ പഠിക്കുന്നത് നല്ല നിർബന്ധം പറയുന്നില്ല. ഇത് നിങ്ങൾ പഠിക്കണം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കണം. എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പഠിക്കണം. ഇനി ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങും പഠിക്കണം. ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിലുള്ള സ്പ്ലിറ്റിങ്ങും വരക്കാൻ പഠിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇയാൾക്കാണ്. കാരണം ഇയാളെ തല തിരിച്ചു വരച്ചാൽ ഇയാളെ കിട്ടും, എളുപ്പമാണല്ലോ. അപ്പൊ ഇത് വരക്കാൻ പഠിക്കണം. മറ്റൊരു 100% ക്വസ്റ്റ്യൻ വരക്കാൻ പഠിക്കല കേട്ടോ, വരക്കാൻ പഠിക്കലാണ്. ഓക്കെ ആണല്ലോ. കളറിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് ഇയാളെ വെച്ച് തന്നെയാവും ചോദിക്കുക. ആള് മാറിയാലും പ്രശ്നമില്ല, കാരണം ഇയാളെ പഠിച്ചാൽ ബാക്കി എല്ലാവർക്കും എഴുതാൻ പറ്റും. അപ്പൊ ഇയാളെ വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇതൊരു 92% ഒരു ഇമ്പോർട്ടന്റ് പറയാൻ പറ്റുന്നതാണ്. ഇതിന് എന്ത് കാരണം കൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, DD ട്രാൻസിഷൻ കൊണ്ടാണ് കളർ ഉള്ളത്. ഇനി എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇയാളുടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ആയിട്ട് അപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. അതൊന്ന് ചോദിക്കാതെ ഇപ്പൊ നിങ്ങൾ ചോദിക്കും മെഗ്നീഷ്യം, ഇപ്പൊ ബയോളജിക്കൽ ആയിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അയണിന്റെ ഒരു കോംപ്ലക്സ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. സിസ്പ്ലാറ്റിൻ നമ്മൾ എന്തിന് ക്യാൻസറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. EDTA എന്തിന് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് കോപ്പർ അയണൊക്കെ യൂസ് ചെയ്യാൻ കളയാൻ വേണ്ടിയിട്ട്, ആയിട്ടുള്ള കോപ്പർ അയണൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പെൻസിലമീൻ എന്ന് പറഞ്ഞ ചിലേറ്റിംഗ് ലിഗാൻഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റലർജിയിലാണെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നല്ലതാണ്. നിർബന്ധം പറയുന്നില്ല, പക്ഷെ ഇതിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചേക്കണം. ഒന്ന് അപ്ലിക്കേഷൻ ഇൻ ബയോളജിയും, രണ്ടാമത്തെ അപ്ലിക്കേഷൻ ഇൻ മെഡിസിനും. ഇത് രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റേഴ്സ്. 4ാമത്തെ ചാപ്റ്റർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു തന്നിട്ട് ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ അതിൻ്റെ ബൈ.